നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. തൃശൂർ പൂരം മെയ് 6-ന്. റാപ്പർ വേടന് പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ വിയൂരിലെ ജ്വല്ലറിയിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തു. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ച കളക്ടറുടെ ഉത്തരവ് റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ടോൾ പ്ലാസയിൽ AIYF പ്രതിഷേധം നടത്തി. കൊടുങ്ങല്ലൂരിലെ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഗാർഹിക ഉപകരണങ്ങൾ കത്തിനശിച്ചു. CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചു. നടുമുറ്റം സാംസ്കാരിക വേദി കുടുംബ സംഗമവും പുരസ്കാര വിതരണവും നടന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ അനുശോചനം. നെന്മണിക്കര റോയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 6ാമത് ഫ്ലഡ് ലൈറ്റ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക്. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. തൃശൂർ പൂരം മെയ് 6-ന്. തൃശൂർ പൂരത്തിന് കൊടിയേറി. മെയ് 6-നാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. 7-ന് ഉപചാരം ചൊല്ലി പിരിയും. മെയ് 5-ന് പൂരത്തിന് നാന്ദി കുറിച്ച് വടക്കുന്നാഥ ക്ഷേത്രം തെക്കേ ഗോപുരം തുറന്നിടും. മെയ് 4-ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. വാസ്തവത്തിൽ തൃശൂർ പൂരത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പലർക്കും പല കാരണങ്ങളുണ്ടാവും. ചിലർക്ക് മേളം, മറ്റു ചിലർക്ക് കരിവീരന്മാർ. ഇതിലൊന്നും പെടാത്ത ചിലരുണ്ട്. ആകാശത്ത് വിടരുന്ന വർണ്ണവിസ്മയങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവർ. അവർക്ക് ഇക്കുറി സന്തോഷിക്കാൻ ഏറെ വക നൽകുന്നതാണ് പടക്ക നിർമ്മാണശാലയിൽ നിന്നുള്ള കാഴ്ചകൾ. മേലെ മാനത്തേക്ക് കണ്ണും നട്ട് അവിടെ വിരിയുന്ന വർണ്ണങ്ങളിൽ വിസ്മയപ്പെടുന്ന പൂരപ്രേമിയാണ് നിങ്ങളെങ്കിൽ ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് നിങ്ങളെത്തിയാൽ പൈസ വസൂലാവും. പുതുമയാർന്ന വെടിക്കോപ്പുകളാണ് സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനുമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി മുണ്ടത്തിക്കോട് സതീശനും പാറമേക്കാവിനു വേണ്ടി ബിനോയ്ക്കുമാണ് നിർമ്മാണ ചുമതല. വളരെ വ്യത്യസ്തങ്ങളായ അമിട്ടുകൾ പൂരത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫൈറ്റ്, സർജിക്കൽ സ്ട്രൈക്ക് എന്നീ പേരുകളിൽ വ്യത്യസ്തമായ വെടിക്കെട്ട് പരീക്ഷണങ്ങൾ ഇത്തവണ ഉണ്ടാകും. നിരവധി വെടിക്കെട്ട് കലാകാരന്മാരുടെ 4 മാസത്തെ കഠിനാധ്വാനമാണ് ഓരോ പൂരപ്രേമിയുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന വെടിക്കെട്ടുകൾ. റാപ്പർ വേടന് പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ വിയൂരിലെ ജ്വല്ലറിയിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തു. രാവിലെയാണ് വിയൂർ പവർ ഹൌസ് ജംഗ്ഷനിലെ സരസ ജ്വല്ലറി വർക്സിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തത്. പുലിപ്പല്ല് ആണെന്ന് അറിയാതെയാണ് താൻ വെള്ളിയിൽ കെട്ടി നൽകിയതെന്നും വേടനെ തനിക്ക് മുൻപരിചയം ഇല്ലായിരുന്നെന്നും ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് ശേഷം വേടനെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു. ചാമക്കൽ സോമൻ ഭാര്യ ലളിത, തേവാലിൽ പ്രദീപ്, കീഴ്ത്തുള്ളി കളരിക്കൽ കൃഷ്ണവേണി എന്നിവർക്കാണ് കടിയേറ്റത്. കടുക്കച്ചവട് ശാസ്താംപറമ്പിൽ ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന പ്രദീപിനെയാണ് നായ ആദ്യം ആക്രമിച്ചത്. പരിസരവാസിയായ ലളിത നായയെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടിയേറ്റത്. നായയുടെ ആക്രമണത്തിൽ ലളിതയുടെ ചെവി 2ആയി മുറിഞ്ഞു. കമ്മൽ നായ കൊണ്ടുപോയതായി ലളിത പറഞ്ഞു. പരിക്കേറ്റ ലളിതയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അവിടേക്കും കയറി. പിള്ളേർക്കൊന്നും പറ്റിയില്ല, പിള്ളേരെ കാത്തായിരുന്നു.
പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ച കളക്ടറുടെ ഉത്തരവ് റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ടോൾ പ്ലാസയിൽ AIYF പ്രതിഷേധം നടത്തി. സമരക്കാർ ബാരിക്കേഡുകൾ നീക്കി വാഹനങ്ങൾ കടത്തിവിട്ടു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ദേശീയപാതയിൽ ഗതാഗത കുരുക്കിനെ തുടർന്ന് നടത്തിയ നടപടി പരിഹരിക്കാതെ പിൻവലിച്ചതിലാണ് പ്രതിഷേധം. ഉത്തരവ് റദ്ദ് ചെയ്തത് ആരുടെ സമ്മർദ്ദത്തിലാണെന്ന് കളക്ടർ വ്യക്തമാക്കണമെന്നും AIYF ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഇരയാണ് കളക്ടറെന്നും AIYF ആരോപിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്നും AIYF ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷനായി. AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ GM അഖിൽ, PS അഖിൽ, AIYF മണ്ഡലം സെക്രട്ടറി VN അനീഷ്, മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഗാർഹിക ഉപകരണങ്ങൾ കത്തിനശിച്ചു. മേത്തല ശ്രീനഗറിലാണ് 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചത്. വാലത്ത് ശശിയുടെ വീട്ടിലെ ഇൻവെർട്ടർ, മൂലംകണ്ണി നൌഷാദിന്റെ വീട്ടിലെ BLDC ഫാനുകൾ, മാണിക്കത്ത് ഹേമന്ത് കുമാറിന്റെ വീട്ടിലെ TV, ഫാൻ, റേഡിയോ, ഓലക്കോട്ട് ഐഷാബിയുടെ വീട്ടിലെ TV, ഫാൻ, കുടുംബക്ഷേമ സമിതി ഓഫീസിലെ ഇൻവെർട്ടർ, പഴൂക്കുന്നത്ത് സുനിലിന്റെ വീട്ടിലെ ഫാനുകൾ, കായിപ്പറമ്പിൽ രാജന്റെ വീട്ടിലെ ഇൻവെർട്ടർ എന്നിവ കത്തിനശിച്ചു. നിരവധി വീടുകളിലെ ബൾബുകൾ, വയറിംഗ് സാമഗ്രികൾ തുടങ്ങിയവയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് മുൻ കൌൺസിലർ MK സഹീർ ആവശ്യപ്പെട്ടു. നമസ്കാരം. ഞാൻ 33-ാം വാർഡിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ ഇടിവെട്ടും ഇടിമിന്നലോടുകൂടി കുറേ വീടുകൾക്ക്, ഏകദേശം ഒരു 10-20 വീടുകൾക്ക് വൻ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചു. കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭീകരവാദത്തിനെതിരായാണ് മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചത്. സദസ്സ് CPIM ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, EK അനൂപ്, KR രാധാമണി, ആൽജോ പുളിക്കൻ, PD നെൽസൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, അശ്വതി വിബി തുടങ്ങിയവർ സംസാരിച്ചു. നടുമുറ്റം സാംസ്കാരിക വേദി കുടുംബ സംഗമവും പുരസ്കാര വിതരണവും നടന്നു. നടുമുറ്റം സാംസ്കാരിക വേദിയുടെ കുടുംബ സംഗമവും സംഗീത സന്ധ്യയും പുരസ്കാര വിതരണവും ഉരിയത്ത് ശിവക്ഷേത്ര ഹാളിൽ നടന്നു. ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുറൂർ കൃഷ്ണൻ നമ്പൂതിരിക്ക് അക്ഷര നൈപുണ്യ പുരസ്കാരവും തുമ്പൂർ സുബ്രഹ്മണ്യന് സ്വരലയ പുരസ്കാരവും നഗരസഭാ കൌൺസിലർ VJ ജോജിക്ക് ജനസേവാ പുരസ്കാരവും നൽകി ആദരിച്ചു. ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, S ശ്രീകുമാർ, രാജു വെട്ടിയാട്ടിൽ, ജോസ് പോൾ തച്ചുപറമ്പിൽ, പോൾ മാളക്കാരൻ, നഗരസഭാ കൌൺസിലർമാരായ സുധാ ഭാസ്കരൻ, ജിതി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തൗര്യത്രികം സംഗീത കലാപാഠശാലയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗുരുവന്ദനവും സംഗീത സന്ധ്യയും നടന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ അനുശോചനം. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനവും രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു.
അസോസിയേഷൻ സെക്രട്ടറി ബിനു മഞ്ഞളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി സ്വാഗതവും ഡേവിസ് MD നന്ദിയും പറഞ്ഞ യോഗത്തിൽ ചാലക്കുടി മുൻ മുനിസിപ്പൽ ചെയർമാൻ ഉഷ പരമേശ്വരൻ, മുൻ കൌൺസിലർ പ്രദീപ് കുമാർ, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, റെയ്സൻ ആലൂക്ക, ആന്റോ മേനാച്ചേരി, ജോയ് പാനികുളം, ബിജു മാളക്കാരൻ, ആന്റോ എരിഞ്ഞേരി, ആന്റണി PV, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിംഗ്, യൂത്ത് വിംഗ് ഭാരവാഹികൾ എന്നിവർ അനുശോചനമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. നെന്മണിക്കര റോയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 6ാമത് ഫ്ലഡ് ലൈറ്റ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ടൂർണമെന്റ് മെയ് 1 മുതൽ 4 വരെ ആമ്പല്ലൂർ ശ്രീരാമ തിയേറ്ററിന് സമീപമുള്ള ഊട്ടോളി ഗ്രൗണ്ടിൽ നടക്കും. വിജയികൾക്ക് 20,000 രൂപയും ട്രോഫിയും, റണ്ണേഴ്സ് പ്രൈസായ 10,000 രൂപയും ട്രോഫിയും നൽകുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫുട്ബോളാണ് ലഹരി എന്ന ആശയത്തിലാണ് ടൂർണമെന്റ് നടത്തുന്നത്. മെയ് 1 വൈകിട്ട് 6:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിക്കും. സമാപന ദിവസമായ 4 രാത്രി 8 നടക്കുന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ജോസ് പാറക്കൽ, പ്രസിഡന്റ് ദിനേശ് ഇഞ്ചോടി, സെക്രട്ടറി സുനേഷ് മോഹൻ, കൺവീനർ നിതിൻ മോഹൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. തൃശൂർ പൂരം മെയ് 6. റാപ്പർ വേടന് പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ വിയൂരിലെ ജ്വല്ലറിയിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തു. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ച കളക്ടറുടെ ഉത്തരവ് റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ടോൾ പ്ലാസയിൽ AIYF പ്രതിഷേധം നടത്തി. കൊടുങ്ങല്ലൂരിലെ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഗാർഹിക ഉപകരണങ്ങൾ കത്തിനശിച്ചു. CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ മാനവിക ജനസദസ്സ് സംഘടിപ്പിച്ചു. നടുമുറ്റം സാംസ്കാരിക വേദി കുടുംബ സംഗമവും പുരസ്കാര വിതരണവും നടന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ അനുശോചനം. നെന്മണിക്കര റോയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 6ാമത് ഫ്ലഡ് ലൈറ്റ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.